നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി പ്രഷർ മുമ്പിലേക്ക് വീണ്ടും ഞാൻ എത്തിയിരിക്കുകയാണ്. ഈ വീഡിയോ 2023 നമ്മൾ വിട്ട് പോവുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം 2024 ഒത്തിരി പ്രതീക്ഷയുടെ വർഷമായി മാറട്ടെ. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ നമുക്കൊക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്തു. ഈ 2023 ഇറങ്ങിയ കുറച്ച് സിനിമകളുടെ കണക്കുകളാണ് ഞാൻ പ്രേക്ഷകർ മുമ്പിൽ വെക്കുന്നത്. ആ സിനിമയ്ക്കുണ്ടായ നേട്ടവും പരാജയങ്ങളും ഒക്കെ ഉണ്ട്. ആ സിനിമയ്ക്ക് 2021 ഒത്തിരി പരാജയങ്ങൾ വാങ്ങിയ സിനിമകളായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് അവസാനമായി കിട്ടുന്ന ലിസ്റ്റ് അനുസരിച്ച്, കഴിഞ്ഞ ദിവസത്തെ ലിസ്റ്റ്, ഡിസംബർ മാസം 10 മുമ്പുള്ള ലിസ്റ്റ് അനുസരിച്ച് 209 സിനിമകളാണ് റിലീസ് ചെയ്തത് എന്ന കണക്കാണ്. റിലീസ് ചെയ്ത കണക്ക് നമുക്ക് കിട്ടും. അതിനോടൊപ്പം തന്നെ OTTയിൽ പോയ സിനിമകളും വേറെയുമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. 209 തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമയുടെ കണക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയിപ്പം വരും ദിവസങ്ങളിൽ, അടുത്ത ദിവസം തന്നെയാണ് മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം നേരുൾപ്പെടെ ഇനിയും 10ഓളം ചിത്രങ്ങൾ റിലീസ് ചെയ്യാനുണ്ട്. അങ്ങനെയാണെങ്കിൽ 220ഓളം സിനിമകൾ റിലീസ് ഈ 2023 എന്നാണ് നമുക്ക് ഇപ്പോൾ പ്രേക്ഷകർ മുമ്പിലേക്ക് പറയാനുള്ളത്. എന്തായാലും 2023 അവസാനിക്കുന്നതിന് മുമ്പ് തിയേറ്ററിൽ എത്താനുള്ള സിനിമകളുടെ കണക്ക് കൂടി നോക്കുമ്പോൾ 2210 അല്ലെങ്കിൽ 211 സിനിമ എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും മലയാള സിനിമയിൽ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന കണക്കാണിത്. മലയാള സിനിമയിലെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന കണക്കാണ് ഇത്രയും സിനിമകൾ റിലീസ് ചെയ്തു എന്നത്. അത്തരം കണക്ക് വെച്ച് നോക്കുമ്പോൾ സിനിമ എത്രയൊന്നും വിജയിച്ചു എന്നാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ സിനിമയുടെ പല പേര് പോലും നമുക്ക് ഉൾപ്പെടെ ഉള്ളവർക്ക് അറിയില്ല. വന്നു പോകുന്നു, ഒന്ന് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു, പിറ്റേ ദിവസം തന്നെ മാറുന്നു. ചിലപ്പോൾ റിലീസ് ഡേറ്റ് ഉണ്ടാവും, എന്നാൽ സിനിമ പ്രേക്ഷകരില്ലാതെ തിയേറ്ററിലേക്ക് ഓടാൻ പോലും കഴിയാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നതും സത്യമാണ്. എന്തായാലും ഈ പുറത്തിറങ്ങിയ 209 ചിത്രങ്ങളിൽ 13 ചിത്രങ്ങൾക്ക് മാത്രമാണ് മുടക്കുമുതൽ ലഭിച്ചതെന്നാണ് കിട്ടുന്നത്. 13 ചിത്രങ്ങൾക്ക് മാത്രം മുടക്കുമുതൽ ലഭിച്ചു എന്ന് ഒരു കണക്ക് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ ഈ ലാഭം പ്രതീക്ഷിച്ച് സിനിമയെടുക്കുന്ന നിർമ്മാതാക്കൾ കടക്കിണിയിലാകുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും സിനിമകളെങ്കിൽ 13 ചിത്രങ്ങൾ മാത്രം വിജയിക്കുന്നു. ഈ സിനിമ എടുക്കാൻ വരുന്ന പ്രൊഡ്യൂസർമാർ, പല സ്ഥലത്തും എത്തുന്ന പ്രൊഡ്യൂസർമാർ വലിയ കടക്കണിയിൽ ആയ കാഴ്ചയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2 കാര്യം നമ്മൾ എടുത്തു പറയണം. അത് റിവ്യൂ ബോംബ്. ആ റിവ്യൂ ആയി ബന്ധപ്പെട്ട് ഒത്തിരി സിനിമയ്ക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ഒരു കാര്യം പറയണം, റിവ്യൂ പറയുന്നതോടൊപ്പം തന്നെ പറയണം, നല്ല കഥകളില്ലാതെ, സ്ക്രിപ്റ്റ് ഇല്ലാതെ സിനിമ വരുന്നു. ഒരു കഥയുമില്ല, ഒരു കാമ്പുള്ള ഒരു കഥയുമില്ലാതെ സിനിമ വരുന്നു. അതും വലിയ പരാജയത്തിലേക്ക് പോകുന്നു. ഈ പ്രൊഡ്യൂസർമാർ കടക്കണിയിലാകുന്നത് പോലെ തന്നെ തിയേറ്റർ ഉടമകളും അവരുടെ കാര്യം നമ്മൾ എടുത്തു പറയണം. തിയേറ്റർ ഉടമകൾക്ക് വലിയ നഷ്ടമുണ്ടായ ഒരു വർഷം കൂടിയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. കോവിഡ് സമയത്തും അവരുടെ നഷ്ടങ്ങൾ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം ഈ 2023 ഇത്രയും സിനിമകളിട്ട് ആകെ 13 ചിത്രങ്ങളോട് വിജയിക്കുന്നു. അപ്പോൾ തിയേറ്റർ ഉടമകൾക്കും വലിയ നഷ്ടമുണ്ടായ, അവരും വലിയ കടക്കണിയിലായി. അതുകൊണ്ട് തിയേറ്റർ അടച്ചിടുന്നതിനെ കുറിച്ച് വരെ അവർ കഴിഞ്ഞ ദിവസം ആലോചിച്ചെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അടച്ചിട്ട് പ്രതിഷേധിക്കാം, കാരണം സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം പോലും അവർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് അടച്ചിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് പോകാൻ അവരും തീരുമാനിച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഈ കണക്കും പ്രകാരം നമുക്ക് മനസ്സിലായി 2023 മലയാളത്തിൽ ആകെ പിറന്നത് 4 സൂപ്പർ ഹിറ്റുകൾ മാത്രമാണ്. ഒന്ന് ജൂഡ് ആന്റണി ചിത്രമായ 2018, മമ്മൂട്ടിയുടെ കണ്ണൂർ സ്ക്വാഡ്, നഹാസ് ഹിദായത്ത് ഒരുക്കിയ RDX, അർജുൻ അശോകൻ, സൗബിൻ തുടങ്ങിയ യുവതാരങ്ങൾ അണിനിരുന്ന രോമാഞ്ചം എന്നിവയാണ് 4 സൂപ്പർ ഹിറ്റുകൾ സിനിമയെന്നാണ് നമുക്ക് കിട്ടിയ കണക്ക്. അത് കൃത്യമാണ്, സൂപ്പർ ഹിറ്റായിട്ട് ഓടിയ സിനിമയാണ്. ആ പ്രൊഡ്യൂസർമാർക്ക് വലിയ ലാഭവും ഡിസ്ട്രിബ്യൂട്ടർമാർക്കും വലിയ ലാഭവും ഉണ്ടായ സിനിമകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ നൻപകൽ നേരത്ത് മയക്കം, നെയ്മർ, പ്രണയവിലാസം, പാച്ചുവും അത്ഭുതവിളക്കും, മധുര മനോഹര മോഹം, പൂക്കാലം, ഗരുഡൻ, ഫാലിമി, കാതൽ എന്നീ ചിത്രങ്ങൾ ഹിറ്റടിക്കുകയുണ്ടായി. ഈ ചിത്രങ്ങൾ ഹിറ്റടിക്കുകയാണ്. അത് ഈ കളക്ഷൻ കിട്ടുകയും ഹിറ്റടിച്ച ഒരു സിനിമയാണ്. പ്രേക്ഷകരുടെ മനസ്സിൽ ഓടിയെത്തി ഹിറ്റടിച്ച സിനിമകൾ എന്നുള്ള കണക്കാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച ഒരു 19ഉം 18ഉം ചിത്രങ്ങൾ റിലീസ് ചെയ്ത ദിവസം വരെ ഈ തവണ ഉണ്ടായിട്ടുണ്ട്. ഈ കാഴ്ച 2020 നമുക്ക് എടുത്ത് കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ചയായിട്ട് തന്നെ നമ്മൾ കാണണം. ഈ സിനിമയുടെ ഈ പരാജയം, ഈ സിനിമ ഇങ്ങനെ ഒന്നൊന്നായി പരാജയപ്പെടുമ്പോൾ 700-800 കോടിയോളം നഷ്ടമുണ്ടായി എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. അത് ചേംബറിൽ നിന്നും നമുക്ക് നിർമ്മാതാക്കളുടെ സംഘടന നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് 700-800 കോടിയോളം നഷ്ടം സംഭവിച്ചു എന്ന ഒരു വാർത്തയുണ്ട്. കാരണം അത്രമാത്രം കോടികൾ മുടക്കി എടുക്കുന്ന സിനിമ ഒരു ദിവസം പോലും തിയേറ്ററിൽ ഓടുന്നില്ല. അത് OTTയിൽ പോലും ബിസിനസ് നടത്താത്ത സിനിമകളുണ്ട്. OTT പോലും വിൽപ്പന നടക്കുന്നില്ല, സാറ്റലൈറ്റിൽ വിൽപ്പന നടക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ പ്രൊഡ്യൂസറിൻ്റെ നഷ്ടം നോക്കുമ്പോൾ 700-800 കോടിയുടെ നഷ്ടമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഈ സിനിമ OTTയിലേക്ക് വിൽപ്പന നടത്തുന്ന, OTTയിൽ വരുന്നവരെ കാത്തിരിക്കാനുള്ള ചില സിനിമകളും
പ്രേക്ഷകർ അങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ ഈ തിയേറ്ററിൽ ഓടാത്ത സിനിമകൾ OTT വരുമ്പോൾ സൂപ്പർ ഹിറ്റായ സിനിമകളുമുണ്ട്. അപ്പോൾ രണ്ട് രീതിക്ക് നമ്മളിത് കാണണം. തിയേറ്ററിൽ ഓടുന്നില്ല, പക്ഷെ OTT വരുമ്പോൾ ഹിറ്റാവുന്നു. ചില സിനിമകൾ തിയേറ്ററിൽ വർക്കാവും, OTT വർക്കാവുന്നില്ല. ആ രീതിക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ മലയാള സിനിമകൾ വലിയ രീതിയിൽ പരാജയത്തിൻ്റെ അടുകുഴിയിലേക്ക് പോകുമ്പോൾ അന്യഭാഷാ ചിത്രങ്ങൾ വന്ന് ഇവിടെ വലിയ രീതിയിൽ കൊയ്ത്ത് ചെയ്യുന്നുണ്ട്. അത് വലിയ ഉദാഹരണമായി തന്നെ നമുക്ക് പറയാം. ഷാരൂഖ് ഖാന്റെ പത്താനും ജവാനും ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടി. രജനീകാന്തിന്റെ ചിത്രം കേരളത്തിൽ നിന്നും കളക്ട് ചെയ്തു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം ലിയോയും വലിയ രീതിയിൽ ചലനമുണ്ടാക്കിയ സിനിമകളാണെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം മലയാള സിനിമയ്ക്ക് ഒരു പരാജയം വരുമ്പോൾ അന്യഭാഷ സിനിമ വന്നിട്ട് ആ അന്യഭാഷ സിനിമകൾ എന്ന് വെച്ചാൽ അത്രമാത്രം ഹൈപ്പുള്ള സിനിമ, അത്രമാത്രം ഈ ചലനം സൃഷ്ടിക്കുന്ന സിനിമയായിട്ടാണ് വരുന്നത്. മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം സിനിമ നന്നായി ഇരുന്നാൽ പോയി കാണുന്ന പ്രേക്ഷകരാണ്. അവർ കൃത്യമായിട്ട് തന്നെ അവർക്ക് അതിനെക്കുറിച്ച് അറിയുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ മമ്മൂട്ടി കമ്പനിയുടെ ഒരു വളർച്ചയെ നമ്മൾ എടുത്തു കാണേണ്ടത്. മമ്മൂട്ടി കമ്പനിയുടെ വളർച്ച 2 ഹിറ്റ് സൂപ്പർ സിനിമകളാണ് ആ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വെച്ചത്. അതോടൊപ്പം സാറ്റലൈറ്റ് OTT അവകാശങ്ങളിൽ നിന്നും കാര്യമായ വരുമാനമില്ലാത്തതും ഈ സിനിമാ പ്രൊഡ്യൂസർമാരെ ബാധിക്കുന്നുണ്ട്. അഭിനേതാക്കൾ പ്രതിഫലം ഉയർത്തുന്നത് നിർമ്മാതാക്കൾക്ക് വലിയ നഷ്ടവും വരുന്നുണ്ട്. അഭിനേതാക്കൾ ഓരോ വർഷം കഴിയുമ്പോൾ വലിയൊരു പടം സൂപ്പറായാൽ ഇരട്ടി പ്രതിഫലമാക്കുന്നതും ഈ നിർമ്മാതാക്കൾക്ക് വലിയ നഷ്ടം വരുന്നുണ്ട്. ഷൈഡോൺ ജാക്കോ നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞു, ഈ അമിതമായി ഈ നടന്മാർക്ക് പണം കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ നഷ്ടം വരുമ്പോൾ എല്ലാവരും സഹിക്കേണ്ടതാണ്. അമിതമായ പണം കൊടുക്കുന്ന ഈ താരങ്ങൾക്ക് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായി ഷൈഡോൺ ജാക്കോ പറഞ്ഞ കാര്യം എനിക്കിപ്പോൾ ഓർമ്മ വരണം. അദ്ദേഹം കൃത്യമായി കണക്ക് കൂട്ടിയാണ് പറഞ്ഞത്. ടെക്നീഷ്യന്മാർക്ക് അത്രയൊന്നും പണം ലഭിക്കുന്നില്ലല്ലോ എന്ന കാര്യം പറയുന്നത് കേട്ടു. എന്തായാലും സിനിമയുടെ വിജയപരാജയം വലുതായിട്ട് തന്നെ ഉണ്ടായ ഒരു വർഷമാണ് 2023. അതോടൊപ്പം തന്നെ വലിയ വിവാദങ്ങളുണ്ടായ വർഷമാണ് 2023. ചില നടന്മാരെ മാറ്റി നിർത്തുന്ന വിഷയമുണ്ടായി. സംഘടനയ്ക്ക് പുറത്ത് സംഘടന ഇടപെട്ട് ചില നടന്മാരെ മാറ്റി നിർത്തുകയും പിന്നീട് ആ നടന്മാരെ ഉൾക്കൊള്ളുന്ന നിലയിലേക്ക് പോയി നാളുകളോളം ആ നടന്മാരെ മാറ്റി നിർത്തിയ ഒരു സംഭവം ഉണ്ടായി. പിന്നീട് സംഘടനകളെല്ലാം തലപ്പത്ത് ഒരു ധാരണയായി വീണ്ടും തിരിച്ചെടുത്ത് അവർ ആക്റ്റീവാവുന്ന കാര്യങ്ങളുണ്ടായി. ചില നടന്മാരൊക്കെ ഇപ്പോഴും ഇത്തരം ആളുകളുമായിട്ട് സഹകരിക്കാതെ മാറി നിൽക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ വിവാദങ്ങളുണ്ടായി. തിയേറ്റർ ഉടമകളുടെ മീറ്റിംഗ് ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സംഘടന മീറ്റിംഗ് ഉണ്ടായി. ഇവർ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഏകീകരിച്ചെടുത്ത ഒരു വർഷം കൂടിയാണ്. എന്തായാലും 2023 സിനിമാ മേഖലയിൽ വലിയ പരാജയമുണ്ടായി. 2024 വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സിനിമാ മേഖല കാണുന്നത്. അത് നല്ല രീതിയിൽ ഉണ്ടാകട്ടെ എന്ന് നമ്മളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.